പ്രിയപ്പെട്ട ജോർജ് അച്ഛ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ കണ്ടുമുട്ടിയതും സംസാരിക്കാനിടയായതും ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയായിട്ട് കാണുകയാണ്. ഇന്ന് ഗുഡ്നസ് ടെലിവിഷനോടൊപ്പം ചേരുന്നത് ജസ്യൂട്ട് സഭയുടെ ജനറൽ കൗൺസിലറായ ബഹുമാനപ്പെട്ട ജോർജ് മുത്തോലിൽ അച്ഛനാണ്. അച്ഛൻ കുറുവിലങ്ങാട് കാളികാവ് ഇടവക അംഗമാണ്. അച്ഛൻ 1985 അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചത്. അച്ഛാ, സ്വാഗതം ഈ ചെറിയൊരു ഇൻ്റർവ്യൂ സെഷനിലേക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ജസ്യൂട്ട് സഭാംഗമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായ സാഹചര്യത്തിൽ തീർച്ചയായും അച്ഛനുമായി സംസാരിക്കുന്നത് വളരെയധികം ഉപകാരപ്രദവും ജ്ഞാനപ്രദവുമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ജസ്യൂട്ട് സഭ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാൽ സ്ഥാപിതമാകുന്നത്. എന്നാൽ നമുക്കറിയാം, ചരിത്രത്തിൽ തിരുസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജസ്യൂട്ട് സഭ മാർപ്പാപ്പയാൽ സപ്രസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ശുശ്രൂഷകൾ ചെയ്യുവാൻ സാധിക്കാതെ, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഹാൻഡിക്യാപ്ഡായ ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു സഭയിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി ഇതാ 2013 മാർച്ച് 13-ാം തീയതി തിരുസഭയിൽ ജസ്യൂട്ട് സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ കർദിനാൾ മാരിയോ ജോർജ് ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്ക് അതിൻ്റെ ചരിത്ര വഴികളിലേക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട അച്ഛൻ നൽകുന്ന ചിന്തകളിലേക്കും നമുക്ക് പോകാം. ആദ്യമേ തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ ബ്യൂണസ് ഐറസിലെ ജസ്യൂട്ട് പ്രൊവിൻസിൻ്റെ ഒരു പ്രൊവിൻഷ്യലായിരുന്നു. പിന്നീട് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ആർച്ച് ബിഷപ്പായി. അദ്ദേഹം കർദിനാളായി. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വായിച്ചൊരു കാര്യം, അദ്ദേഹം കോൺക്ലേവിന് റോമിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ പരിമിതമായ സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 2 കാസക്കും കുറച്ച് പുസ്തകവും അതെല്ലാം. അപ്പം ഒരിക്കലും താൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ചരിത്ര നിയോഗം, പരിശുദ്ധാത്മാവിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ, നിയോഗത്തിലൂടെ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈകളിൽ എത്തുകയായിരുന്നു. ആ സാഹചര്യത്തിൽ ജസ്യൂട്ട് സഭയ്ക്കും സഭാംഗങ്ങൾക്കും അച്ഛനൊക്കെ നല്ല ഒരു ഓർമ്മകൾ ആ നാളുകളെ കുറിച്ചുണ്ടായിരിക്കും. തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? ഒരു ജസ്വിറ്റ് പോപ്പാകുക എന്നുള്ളത് സാമാന്യ രീതിയിൽ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഓരോ ജസ്വിറ്റിനും അഭിമാനമാണ്. പക്ഷെ ജസ്വിറ്റ്സിൻ്റെ ഒരു പാരമ്പര്യവും ഒരു നിയമവും അറിഞ്ഞിരിക്കണം. ജസ്വിറ്റ്സിന് ബിഷപ്പാകാനോ അല്ലെങ്കിൽ കർദിനാളാകാനോ അങ്ങനെയുള്ള അധികാര പദവികളിലേക്ക് ആഗ്രഹിക്കുക മാത്രമല്ല, അത് ഏറ്റെടുക്കുക പോലും ഇല്ല എന്നൊരു വാഗ്ദാനം ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഒരു ബിഷപ്പാകണമെങ്കിലോ ഇല്ലെങ്കിൽ കർദിനാളാകണമെങ്കിലോ ഒക്കെ സഭയിൽ നിന്ന്, ജനറൽ അച്ഛനിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ട് വേണം. അപ്പം സഭയുടെ ഈശോസഭയുടെ പാരമ്പര്യത്തിൽ അനുസരണ ഏറ്റവും വലിയ മൂല്യമായിരിക്കുമ്പോഴും കഴിയുന്നിടത്തോളം അധികാര പദവികൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മൂല്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പായും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച്, അദ്ദേഹം പ്രതിജ്ഞ എടുത്തതനുസരിച്ച് അദ്ദേഹം പാപ്പസ്ഥാനം ആഗ്രഹിച്ചില്ല. പക്ഷേ സഭ അത് നിയോഗിച്ചു. ഈശ്വരൻ അത് ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ നിമിഷം അത് ഏറ്റെടുക്കുക, പൂർണ്ണമായിട്ട് എടുക്കുകയാണ്. തീർച്ചയായും. അപ്പം അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജസ്യൂട്ട് സഭയിലുണ്ടായിരുന്ന ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു സഭയിൽ ഈ പൊതുവായിട്ട്? ജസ്വിറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇതാണ്, വളരെ സമ്മിശ്രമായ വികാരങ്ങളാണ്. ചിലർ സന്തോഷമുണ്ട്, അതുകൊണ്ട് സമ്മിശ്രമായതാണ്. പക്ഷേ അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ ഒരു കാര്യം വ്യക്തമായിരുന്നു, സഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് പാവങ്ങളോടുള്ള പക്ഷം ചേരുന്നു എന്ന ഒരു മനുഷ്യനാണ് തൻ്റെ ജീവിതം മുഴുവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു അജപാലകനാണ് എന്നുള്ളത് തിരിച്ചറിവുകൊണ്ട് ഒട്ടനവധി പേർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കർദിനാളായിരുന്നപ്പോൾ തന്നെ ബ്യൂണസ് ഐറസിൽ വെച്ച്
അങ്ങനെ ഒരു പാവങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നോ? അങ്ങേയറ്റത്തെ ഇതുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ട് ഇടപഴകലും ലാളിത്യമുള്ള ജീവിതവും അങ്ങേയറ്റം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ പാപ്പായായിട്ട് നയിക്കാനായിട്ടുള്ള ഒരു വലിയൊരു നിർണായകമായൊരു ഘടകം അതായിരുന്നു. അത് ഇവിടെയുള്ള കർദിനാൾമാർക്കും പൊതു സമൂഹത്തിന് അറിയാമായിരുന്നു, വളരെ നന്നായിട്ട് അറിയാമായിരുന്നു എന്നാണ് ഞാനും ചരിത്രം വായിക്കുമ്പോൾ. അതായത് ഈ മുർമുറാസ്യോ എന്ന് നമ്മൾ പറയുമല്ലോ, പരസ്പരം ചർച്ച ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ പരസ്പരം അറിഞ്ഞു പാവങ്ങളെ മറക്കരുത് എന്ന് കൂടെ ഇരുന്ന് കർദിനാൾ പറഞ്ഞു വിടാൻ മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യം അത് ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ്. തീർച്ചയായും. എനിക്ക് അതോടൊപ്പം തന്നെ എന്നെ വളരെയധികം, എന്നെ മാത്രമല്ല ലോകം മുഴുവനും അത്ഭുതപ്പെട്ട ഒരു നിമിഷമായിരുന്നു ജെസ്യൂട്ട് സഭയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാർപ്പാപ്പ ഇഗ്നേഷ്യസ് ലയോളയുടെയോ അല്ലെങ്കിൽ ജെസ്യൂട്ട് സഭയിലെ ചരിത്രം പേറുന്ന ഏതെങ്കിലും വിശുദ്ധരുടെയൊക്കെ നാമം സ്വീകരിക്കാതെ ഫ്രാൻസിസ് എന്നുള്ള പേര് തിരഞ്ഞെടുക്കുകയാണ്. തീർച്ചയായിട്ടും ആരും അത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റില്ല. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ആ പേര് ഇഷ്ടമുള്ള പേര് സ്വീകരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ആ പേര് സ്വീകരിച്ചു. അപ്പോൾ അതൊരു പൊതുവെ അതൊരു ഫ്രാൻസിസ്കൻ ശൈലിയായിട്ട് പോകുന്ന ഒരു മാർപ്പാപ്പയാണോ, അത് ജെസ്യൂട്ട് വൈദികനായിരുന്ന മാർപ്പാപ്പ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് സ്വീകരിച്ചു എന്നൊരു ചിന്ത തീർച്ചയായിട്ടും ആ നാളുകളിൽ പടർന്നിരുന്നു, പിന്നീടും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ചിന്ത എന്താണെന്ന് പറയാമോ? അതൊരു ഇഷ്യൂ ആണെന്നേ എനിക്ക് തോന്നുന്നില്ല. കാരണം അരൂപ്പയുടെ കാലം തൊട്ട് 32ാമത്തെ ജനറൽ കോൺഗ്രിഗേഷന്റെ കാലം തൊട്ട് പാവങ്ങളുടെ പക്ഷം ചേരുക, വിശ്വാസവും നീതിയും ഒരുമിച്ച് പോവുക, അത് വാസ്തവത്തിൽ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ പിന്നീടുള്ള ചിന്താഗതിയിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ ഈശോസഭ വ്യക്തമായി ഒരു നിലപാടെടുത്തു. ആ നിലപാട് വിശ്വാസവും നീതിയും ഒരുമിച്ച് പോകണം. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിനും നീതിക്ക് വേണ്ടിയിട്ട് യജ്ഞിച്ച് രക്തസാക്ഷികളായ ഇഷ്ടം പോലെ ജെസുവിറ്റ്സിൻ്റെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉണ്ടെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ പേര് സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്നായിരുന്നു. അതെ, ആ ഒരു തീരുമാനം നമ്മുടെ ദൗത്യമാണ്. ഈശോസഭക്കാരെ സമയത്തോളും ദ മിഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പം മിഷനോട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് ഓഫ് അസീസിക്ക് വലിയൊരു സ്വീകാര്യത വന്നിട്ടുണ്ട്. വലിയൊരു സ്വീകാര്യത, പ്രത്യേകിച്ച് പ്രകൃതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട. കാരണം പ്രകൃതി ഒരു ദുരന്തത്തിലേക്ക് ഓരോ ദിവസവും നടന്നെടുക്കുന്നു എന്ന് അറിയുമ്പോൾ ഫ്രാൻസിസ് ഓഫ് അസീസിയെ പോലെ ഒരു വിശുദ്ധന് പ്രകൃതിയെ ഉൾക്കൊണ്ടാനായിട്ട് ഇഗ്നേഷ്യസ് ലയോളയുടെ ശക്തി വേറൊരു തലത്തിലായിരുന്നു. ഡിസേൺമെൻറ്റിൽ, സ്പിരിച്വൽ ഗൈഡൻസിൽ, വിദ്യാഭ്യാസത്തിൽ ഫ്രാൻസിസ് ഓഫ് അസീസി ഈ പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു വലിയൊരു പ്രണയം. ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ കോൺക്ലേവ് നടക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ മാധ്യമങ്ങൾ അനേകം BBC ഉൾപ്പെടെ ഏകദേശം 10-11 കർദിനാൾമാരുടെ പേരുകൾ പറഞ്ഞിരുന്നു, ഇന്ന ആൾ മാർപ്പാപ്പയാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാധ്യമങ്ങളുടെയും BBC-യുടെ എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും ലിസ്റ്റിൽ 11 പേരുണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ലിസ്റ്റിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരുടെയും പേരുണ്ടായിരുന്നില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ആ പേര് പ്രവചിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് ബാൽക്കണിയിൽ നിന്നും ജനങ്ങളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം കാണുകയാണ് ഒരു കൂന് പിടിച്ച് പാവപ്പെട്ട ഒരു ഭിക്ഷാടകനായ അല്ലെങ്കിൽ ദാരിദ്ര്യം പേറി നിൽക്കുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു പ്ലാക്കാർഡ് വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിസ് ഒന്നാമൻ. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ഈ പാവപ്പെട്ട മനുഷ്യന് ഒരു ദർശനമെന്നോണം ലോകത്തിൽ ആർക്കും കിട്ടാത്ത ആ ഒരു ജ്ഞാനം, ഉൾക്കാഴ്ചയും ഈ പാവപ്പെട്ട വ്യക്തിക്ക് കിട്ടിയിരുന്നു. അത് വലിയൊരു അത്ഭുതകരമായൊരു കാര്യമായിട്ട് തോന്നുകയാണ്.
ഏതായിരുന്നാലും അച്ഛൻ പറഞ്ഞത് തീർച്ചയാണ്. അപ്പോൾ ഏതൊക്കെയായാലും മിഷനും കാരിസവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അസീസിയുടെ ഇത് തീർച്ചയായിട്ടും പാവങ്ങളുടെ സ്നേഹം കിടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ആ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കർദിനാൾ വന്ന് പാവങ്ങളെക്കുറിച്ച് ഓർമ്മ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഫ്രാൻസിസ് അസീസിയുടെ പേരാണ് മാർപ്പാപ്പയുടെ ചിന്തയിൽ വന്നത്. തീർച്ചയായിട്ടും അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ മിഷൻ, ആ പാവങ്ങളുടെ സ്നേഹം ആ കർദിനാളായിരിക്കുന്ന കാലഘട്ടത്തിൽ അതും അതിനകത്തേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം അല്ലേ? ഉറപ്പായിട്ടുണ്ട്. എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം അച്ഛനോട് ചോദിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു കാര്യം ഇതായിരുന്നു. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ജസ്യൂട്ട് വൈദികനായി ഫോർമേഷൻ സ്വീകരിച്ച് വളർന്നു വന്ന് വൈദികനായ ഒരു മാർപ്പാപ്പയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശൈലികളിലെല്ലാം ഒരു ജസ്യൂട്ട് ശൈലി ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് എന്നാണ് പേര്. ഇത് തമ്മിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ആ ജസ്യൂട്ട് ശൈലി എങ്ങനെയാണ് അദ്ദേഹം ഒരു മാർപ്പാപ്പയായ എന്ന നിലയ്ക്ക് തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയതെന്ന് ഒന്ന് പറയാൻ പറ്റും? ഫ്രാൻസിസ് പാപ്പയെ വ്യത്യസ്തനാക്കിയത് ഇഗ്നേഷ്യസിൻ്റെ ആത്മീയ പാരമ്പര്യമാണ്. സ്പിരിച്വൽ എക്സസൈസസിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട ധ്യാനം എന്ന് പറയുന്നത് ഇൻകാർണേഷൻ്റെയാണ്. ആ ഇൻകാർണേഷന് പരിശുദ്ധ ത്രിത്വം ലോകത്തെ നോക്കുമ്പോൾ വലിയ സംഘർഷാത്മകമായൊരു ലോകം കാണുന്നു. ജനങ്ങൾ കലഹിക്കുന്നു, ദുരിതപ്പെടുന്നു. അവരെ രക്ഷിക്കണം, അതിനുവേണ്ടി സ്വന്തം മകനെ അയക്കാനായിട്ട് ത്രിത്വം ദൈവപിതാവ് തീരുമാനിക്കുന്ന ആ ഒരു ധ്യാനം ഫ്രാൻസിസ് പാപ്പ വാസ്തവത്തിൽ ഫോളോ ചെയ്തത് ഇഗ്നേഷ്യൻ ആത്മീയത. ലോക സാഹചര്യം എന്താണെന്ന് നോക്കുന്നു, ആ സാഹചര്യത്തിനെ വിമർശനാത്മകമായിട്ട് കാണുന്നു, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ കാണുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പക്ഷം ചേരുന്നു. ആ ഒരു വ്യക്തമായൊരു ധാരണയും പ്രാർത്ഥനാ ശൈലിയും പാപ്പായെ നമ്മളിപ്പോഴും ഓർക്കുന്ന ഇതാണല്ലോ. എപ്പോൾ സംസാരിച്ചാലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഇഗ്നേഷ്യസിൻ്റെ പ്രശസ്തമായൊരു ചൊല്ലുണ്ട്. അതായത് നിങ്ങൾ ജോലി ചെയ്യുമ്പം എല്ലാം ദൈവം ചെയ്തു തരും എന്നുള്ള രീതിയിലും, എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഞാൻ ചെയ്യുന്ന പോലെ എന്നുള്ള നേരെ തിരിച്ചും പറയാറുണ്ട്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എല്ലാം എൻ്റേതാണെന്നുള്ള രീതിയിലും, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെതാണ്. ആ ഒരു പൊളാരിറ്റി, അതായത് പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടെ ചേർന്ന് സാഹചര്യം നോക്കിയിട്ട് പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള വളരെ നിശ്ചിതമായൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ലോകം മുഴുവനും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 12 വർഷം നീണ്ടു നിന്ന ആ സുദീർഘമെന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും ഒരു നല്ല ഒരു കാലഘട്ടം തന്നെ തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രാൻസിസ് ഇമ്പാക്റ്റ് ലോകത്തിലുണ്ടായതായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ, ആ ഒരു 12 വർഷ കാലഘട്ടം എടുത്ത് നോക്കി അച്ഛന് ഉണ്ടായതിൽ പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ തെളിവ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളാണ്. അതെന്തായിരുന്നു വെച്ചാൽ, ദിനപത്രങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, നിങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ഈ ഫ്രാൻസിസ് പാപ്പായെ പറ്റി, അദ്ദേഹത്തിൻ്റെ ശക്തമായ ഇമ്പാക്റ്റിനെ പറ്റി എത്ര കൃത്യമായിട്ടാണ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. 1, പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നു. 2, നീതിക്ക് വേണ്ടി സ്വരം ഉയർത്തി. എനിക്കൊന്ന് ഏപ്രിൽ 17-നാണെന്ന് എനിക്ക് തോന്നുന്നത്, അത് മാർച്ച് 17-നൊന്നും ഓർമ്മയില്ല. ഈ ഗാർഡിയൻ ഒരു എഡിറ്റോറിയൽ എഴുതി, പിന്നെ പാപ്പ ആശുപത്രിയിലായപ്പോഴാണ് ലോകം തിരിച്ചറിഞ്ഞത് ലോകത്ത് നടക്കുന്ന അനീതിക്കെതിരെ നിശ്ചിതമായിട്ട് വിമർശിക്കാനും നിരന്തരമായിട്ട് വിമർശിക്കാനുള്ള ഒരേ ഒരു തരം പാപ്പായുടെ. അത് തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയാണ്, ഈ ആശുപത്രി കിടന്ന നാടുകളിൽ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പ യുദ്ധത്തിനെതിരായിട്ട് സംസാരിക്കുകയും സഹിക്കുന്ന ഗാസയിലെ ജനങ്ങളെക്കുറിച്ച് ഓർത്ത് ടെലിഫോൺ വിളിക്കുകയും ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധവും അവയർനെസ്സും ആശുപത്രി കിടക്കയിൽ കിടന്നു പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് അച്ഛൻ പറഞ്ഞ് ശരിയായിട്ട് എനിക്ക് തോന്നാണ്. ലണ്ടനിൽ നിന്ന് സന്ദർശനത്തിന് വന്ന ഒരു സ്ത്രീ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് സൂചിപ്പിക്കുകയായിരുന്നു, ഗാസയിലേക്ക് എല്ലാ ദിവസവും തന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു പാപ്പ എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ജനസമൂഹത്തിൻ്റെ ഭയങ്കര ഒരു ആദരവുണ്ട്. അതേസമയം അതിനെതിരെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. പക്ഷേ
അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഉവ്വ്. പാവപ്പെട്ടവരുടെ കൂടെ, ഉവ്വ്. അച്ഛൻ അഗതികളുടെ കൂടെ. അതെ, അച്ഛനിത് പറയുമ്പോഴും ഒന്ന് രണ്ട് മേഖലകളിൽ ഒരു റാഡിക്കൽ റെവല്യൂഷണറി വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞാൻ പറയുന്നത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അച്ഛനും കോംപ്ലിമെൻ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ മൂലം പള്ളിയിൽ പോയി ദിവ്യ കുർബാന സ്വീകരിക്കാൻ സാധിക്കാതിരിക്കുന്ന സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിവോഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ട് അമോറിസ് ലെത്തീഷ്യ എന്ന് പറഞ്ഞ വലിയ ഒരു ഡോക്യുമെൻ്റ് അദ്ദേഹം പുറപ്പെടുവിച്ചു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഗ്ലോബൽ വാർമിംഗ് ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇക്കോളജിക്കൽ കൺസേണിന് വേണ്ടിയിട്ട് ഈ ഭൂമി നമ്മുടെ വീടാണ് എന്നുള്ള അതിനെക്കുറിച്ചുള്ള പുസ്തകം അദ്ദേഹം എഴുതി. അതോടൊപ്പം തന്നെ സമൂഹം അവഗണിച്ചിരിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ജെൻഡറിൻ്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് നിർത്തി അതിലുള്ള നന്മയുടെ അംശങ്ങളെ കണ്ടെത്തി സുവിശേഷാത്മകമായി തിരുസഭയുടെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ചേർത്ത് നിർത്തി സഭയെ പാവങ്ങളുടെ സഭയായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, മൈഗ്രേഷൻ്റെ പോളിസികളിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾ. ഞാൻ ഓർക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിശക്തമായ ഭാഷയിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമാരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് മൈഗ്രേഷൻ പോളിസിയിലെടുത്ത ആ തീരുമാനങ്ങളിൽ ശക്തമായ നിലപാട് തന്നെയാണ് മാർപ്പാപ്പ സ്വീകരിച്ചത്. അപ്പം അത് വലിയ ക്രിറ്റിസിസത്തിന് ഇടയായിട്ടുണ്ട് ഇങ്ങനെയുള്ള പോളിസികളെല്ലാം. അതുപോലെ തന്നെ ഹോമോസെക്സ്വൽ ടെൻഡൻസി ഉള്ള വ്യക്തികളുടെ ഓറിയൻറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പാപ്പായുടെ കാഴ്ചപ്പാടുകൾ അതെല്ലാം പരിശുദ്ധാത്മാവ് നയിച്ച് പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധ പിതാവ് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവപിതാവിൻ്റെ സ്നേഹം അനുഭവിച്ച വ്യക്തി മനുഷ്യവംശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞ ലിസ്റ്റിൽ അത്യാവശ്യം ചേർക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് പറയുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലെറിക്കലിസത്തിനെതിരായിട്ട്, പൗരോഹിത്യ മേധാവിത്വത്തിനെതിരായിട്ട് അദ്ദേഹം ഇത്രയും ശക്തമായിട്ട് സംസാരിച്ചു. സ്ത്രീകളെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല, അദ്ദേഹം വത്തിക്കാനിലെ എത്രയോ പ്രധാനപ്പെട്ട റോളുകളാണ് ഇപ്പോൾ സ്ത്രീകൾ. അതെ, നമ്മുടെ സെക്രട്ടറി സിനഡാലിറ്റിയുടെ ഹെഡായിട്ടിരിക്കുന്നത് പോലും സിസ്റ്റർ നഥാലി. പിന്നെ പുരോഹിതന്മാർ അബ്യൂസ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാഫി ചോദിച്ചു. തീർച്ചയായിട്ടും മാഫി ചോദിച്ചു. അതായത് നമ്മൾ പാപികളാണ്. വി ആർ എ ബ്രോക്കൺ ചേർച്ച്. വ്രണിതമായ ഒരു സഭയാണ് നമ്മുടെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും സങ്കടം എന്തെന്നറിയാം, ഇത് പലപ്പോഴും അംഗീകരിക്കപ്പെട്ടില്ല. നമ്മളുടെ സഭയിൽ ഇപ്പോഴും ആ അധികാര മേധാവിത്വം ഇപ്പോഴും നമ്മൾ ഇടവകളിലൊക്കെ പോകുമ്പോൾ ചില പുരോഹിതന്മാരുടെയൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഈ കർദിനാൾമാരെ പുതിയ കർദിനാൾമാരെ നിയോഗിക്കുമല്ലോ പരിശുദ്ധ പിതാവ്. അപ്പോൾ അവരെ വിളിച്ചിരുത്തിട്ട് കൊടുത്ത ഒരു ഉപദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രാജകീയ കോർട്ടിൽ സുഖിച്ച് ജീവിക്കാനല്ല, പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇതൊരു ശുശ്രൂഷയായിട്ട് കാണാനായിട്ട് പഠിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയുള്ള ക്ലെറിക്കലിസത്തിനെതിരായിട്ടും സഭയുടെ വിതിൻ ദ ചർച്ച് എ ഹ്യൂജ് റെനോവേഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ അച്ഛൻ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും യോജിക്കുകയാണ്. ഞാൻ അച്ഛൻ പറഞ്ഞ ഇസ്ലാമോഫോബിയയുടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. അദ്ദേഹം ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്തപ്പെട്ടു 2019 അദ്ദേഹം അബുദാബിയിൽ വെച്ച് നടത്തിയ ആ പൊതു പ്രഖ്യാപനം മതസൗഹാർദ്ദത്തിന് ഡോക്യുമെന്റ്. പക്ഷെ നിർഭാഗ്യവശാല് ഇപ്പോഴും കത്തോലിക്ക സഭയിൽ ഒരു നല്ലൊരു ഭാഗം ഇസ്ലാമോഫോബിയ വളർത്തുകയാണ്. ഇസ്ലാമിസ്റ്റ് എല്ലാം ടെററിസ്റ്റ് അല്ല എന്നും ഇസ്ലാമിലും നല്ല വശങ്ങളുണ്ടെന്നും ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് നല്ല വശങ്ങളുണ്ടെന്നും ഹിന്ദുക്കളുടെ ഇടയ്ക്ക് നല്ല വശങ്ങളുണ്ടെന്നും മനസ്സിലാക്കാനും ഒരുമിച്ച് സഹവർത്തിച്ച് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് വരണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം ഇപ്പോഴും നമ്മൾ സ്വീകരിച്ചൊന്നും എനിക്ക് ഉറപ്പില്ല.
പിന്നെ അതിൻ്റെ പേരിൽ അദ്ദേഹം ഒത്തിരി വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾക്കതൊരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ, മതത്തിൻ്റെ ടൈറ്റിലുകളിൽ മാറ്റി നിർത്തി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മളെന്താ വിളിക്കുന്നത്? പിതാവ്, പാപ്പ, പപ്പ, പാപ്പ, പിതാവ്. അപ്പം അദ്ദേഹം എല്ലാ മനുഷ്യരുടെയും അപ്പനാണ്, എല്ലാ മനുഷ്യരുടെയും പിതാവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മതങ്ങളില്ല. അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും യേശു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ജനതയാണെന്നുള്ള ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിനുള്ളത് കൊണ്ട്, ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുക. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ ഫ്രാൻസിസ് പാപ്പായിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അത് ആരെയും ഭയപ്പെട്ടിട്ടില്ല. ഇന്ന് നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സഭയിൽ നോക്കിക്കോളൂ, കുറ്റം പറയുന്നൊന്നും കണ്ടുകരുതണ്ട. പക്ഷേ ഭാരത സഭ വല്ലാതെ പേടിച്ച് നിൽക്കുക, വല്ലാതെ പേടിച്ച് നിൽക്കുക. സ്റ്റാൻ സ്വാമിയെ പോലെ ഒരു ജെസ്വിറ്റിന് ഒരു സ്ട്രോ വെള്ളം കുടിക്കാൻ കൊടുത്തില്ല, അത് തെറ്റാണെന്ന് ഉറക്കെ പറയാൻ തയ്യാറുള്ള സഭാ നേതാക്കന്മാർ നമുക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അപ്പോൾ നമുക്ക് ആ പാപ്പായിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഇതാണ്, ആരും പേടിക്കണ്ട, എനിക്ക് ദൗത്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു അപകടമുണ്ട്, നമ്മളുടെ ഈ ഒരു സംഘർഷം ഇപ്പോഴുണ്ട്. ഒരു രാജകീയ സഭ, അധികാര സഭ, ക്ലെറിക്കലിസത്തിന്റെ സഭ, പൗരോഹിത്യ മേധാവിത്വത്തിന്റെ സഭ, പുരുഷ മേധാവിത്വത്തിന്റെ സഭ, അതിൽ നിന്ന് മാറിയിട്ട് പാപ്പ വിഭാവനം ചെയ്യുന്ന ആടുകളുടെ മണമുള്ള ഇടയന്മാർ, അതിരുകളിലേക്ക് പോകുന്ന ഒരു സഭ, പിന്നെ സമന്വയത്തിൻ്റെ ഒരു സഭ, സംവാദത്തിൻ്റെ ഒരു സഭ, അതുമായി ബന്ധപ്പെട്ട് ഒരു എളിമയുടെ ഒരു സഭ. അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സിനഡാലിറ്റി അത് ചരിത്രത്തിൽ തന്നെ വലിയ പുതിയ ഒരു കാഴ്ചപ്പാട് സഭയെക്കുറിച്ച് അൽമായർക്കും പൊതുജനത്തിനും കൊടുത്ത ഒരു പങ്കാളിത്തത്തിൻ്റെ, എല്ലാവരെയും ശ്രവിക്കുന്ന, ഉൾക്കൊള്ളുന്ന, കൂടെ ചേർക്കുന്ന, ഒന്നിച്ച് കൂട്ടായ്മയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു സിനഡാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊണ്ടുവന്ന നവീകരണത്തെക്കുറിച്ച് അച്ഛനെന്താ പറയാൻ സാധിക്കുന്നത്? ഏറ്റവും നിർണായകമായിട്ടുള്ള, ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പ്രൈവറ്റായിട്ട് സംസാരിക്കുമ്പം സിനഡാലിറ്റിയുടെ പ്രക്രിയ ഒരു പരിധി വരെ എത്തുന്നവരെ പാപ്പ ജീവിച്ചിരിക്കും, എത്ര രോഗിയാണേലും. കാരണം അദ്ദേഹത്തിന് അതൊരു ദൗത്യമായിട്ടൊന്നും സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന എഗെയിൻ അവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, നിർഭാഗ്യവശാൽ പാപ്പ പഠിപ്പിച്ച, പണ്ട് നമ്മൾ കാത്തലിക് സോഷ്യൽ ടീച്ചിങ്സിനെ പറ്റി പറയായിരുന്നു, സഭയുടെ സാമൂഹ്യ പഠനങ്ങളെ പറ്റി പറയായിരുന്നു, അത് ഏറ്റവും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യമാണെന്ന്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് പാപ്പായുടെ ചില പ്രവൃത്തികളും ചില മനോഭാവങ്ങളും ഇപ്പോഴും ആൾക്കാർ സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല, നമ്മുടെ പ്രസംഗ പീഠങ്ങളിൽ നിന്ന് കേൾക്കുന്നില്ല. എനിക്ക് ചില സമയത്തൊക്കെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നു എന്ന് പരാമർശിക്കാത്ത പള്ളി പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ. ഒരുപക്ഷെ കേരളത്തിലെ സാഹചര്യം എടുക്കാം, കേരളത്തിൽ പാപ്പായുടെ ഡോക്യുമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരിക്കാം. അത് പക്ഷേ അതേ ഇടതുപക്ഷക്കാരനായതുകൊണ്ടല്ല, അത് ഇടതുപക്ഷമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ പാവപ്പെട്ടവരുള്ള സമർപ്പണം, ലോകത്ത് നീതി വേണമെന്നുള്ളൊരു വാശി, അതിനുവേണ്ടി ശബ്ദമുയർത്തണമെന്നൊരു വാശി, എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ നമുക്കൊക്കെ തുടരേണ്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ആ ഫ്രാൻസിസ് പാപ്പ കാണിച്ച ആ നിർഭയത്വം നമുക്കിവിടെ ഏറ്റെടുക്കാമോ? അത് തീർച്ചയായിട്ടും ധീരമായ നിലപാടുകൾ ഒരിക്കലും പിന്തിരിയാത്തൊരു മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് പിന്തിരിയാതെ. അപ്പോൾ ഞാനതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് ഉള്ളിൽ തോന്നിയൊരു കാര്യം, ഇറാഖിലേക്ക് യാത്ര ചെയ്ത ചരിത്രത്തിലെ ആദ്യത്തെ മാർപ്പാപ്പയാണ് 2000 വർഷത്തിനുള്ളിൽ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മെസ്സപ്പൊട്ടോമിയ, ഇറാഖ്, ആ പ്രദേശങ്ങളെല്ലാം, നിനവെ, അബ്രാഹം ജനിച്ച സ്ഥലങ്ങളൊക്കെ. അപ്പോൾ മാർപ്പാപ്പ അവിടെ പോകുന്നതിന് മുമ്പ് 2-3 ദിവസം മുമ്പാണ് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് വത്തിക്കാനിലേക്ക് വാർത്ത കൊടുത്തു, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാരണവശാലും അവിടെ പോകരുത്, അവിടെ എക്സ്പ്ലോസീവ് പ്രിപ്പയർ ചെയ്ത് ടെററിസം നടത്താനായിട്ട് പലരും റെഡിയായിട്ട് നിൽക്കുന്നു എന്നുള്ള വാർത്ത അവർക്ക് കിട്ടി. അപ്പോൾ ഈ യാത്ര ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ യാത്ര ഒരിക്കലും ഞാൻ ക്യാൻസൽ ചെയ്യില്ല, എന്ത് സംഭവിച്ചാലും ഈ യാത്രയുമായി നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ സെക്യൂരിറ്റി പോലും മറികടന്നുകൊണ്ടാണ്
ആ ജനത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടത്. എന്തും സംഭവിക്കാം. അപ്പോൾ ഒരു ധീരമായ നിലപാട്, തൻ്റെ ജീവൻ പോലും എന്ത് സംഭവിച്ചാൽ പോലും ആ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്തിരിയാത്ത, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു തോന്നുന്നു. അച്ഛൻ അതാണ് എനിക്ക് അച്ഛൻ ഉദ്ദേശിച്ചത്. അതേസമയം പാപ്പായെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ഈ ചൈനയുമായിട്ടുള്ള ഉടമ്പടിയെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. അദ്ദേഹം ഈ LGBT പറ്റി, അച്ഛൻ സൂചിപ്പിച്ച LGBT പറ്റി എടുക്കുന്ന നിലപാടുകളെ കുറ്റപ്പെടുത്തുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് യേശു നിലകൊണ്ട ദൈവവചനം നമുക്ക് പങ്കുവയ്ക്കുന്ന കമ്പാഷൻ്റെ, ദയയുടെ, ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ സന്ദേശം ഇതേപോലെ അടുത്ത കാലത്ത് ആർക്കെങ്കിലും ശക്തമായിട്ട് ജീവിച്ചു കാണിക്കാൻ പറ്റും. അതെ, ഞാനത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കായിരുന്നു. ആക്ച്വലി ഈ കഴിഞ്ഞ 12 വർഷത്തിലാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് പലരും വന്ന് കൂടുതലായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നതിനെ കുറിച്ച് ക്രിറ്റിസിസവും അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയുമ്പോഴും മറുവശത്ത് ഏറ്റവും കൂടുതൽ മാമോദീസ സ്വീകരിക്കപ്പെട്ട ഈസ്റ്റർ ആഘോഷങ്ങൾ കഴിഞ്ഞ 12 വർഷത്തിലാണ് യൂറോപ്പിൽ ഉണ്ടായതെന്നും കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കേൾക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്ന് ആര് എവിടെ വന്നാലും അവരെങ്ങനെയൊക്കെയോ ദേവാലയങ്ങളിൽ കയറി ഈശോയെക്കുറിച്ച് അറിഞ്ഞ് എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ ഒരു സ്പർശം അവർക്ക് ലഭിച്ച് അവർ ദൈവത്തിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഡൈമെൻഷൻ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ടും ശക്തമായിട്ടും വാദിച്ച വേറൊരു ലോക നേതാവ് ഇന്ന് ലോകത്തില്ല. അതില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇറ്റലിയിലെ ദ്വീപിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ ദ്വീപിലേക്ക് നിരന്തരമായിട്ട് സന്ദർശനം നടത്തി എന്തുകൊണ്ടാണ്? അതെ 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 അതെ. അതേപോലെ തന്നെ ഇവിടെ അച്ഛൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ 2 വർഷം മുമ്പ് ഈ ഹോംലെസ് ആയിട്ടുള്ള ഒരാൾ ഈ വത്തിക്കാൻ്റെ കോളമിൻ്റെ സൈഡിൽ കിടന്ന് മരിച്ചു. പപ്പ അറിഞ്ഞപ്പോൾ വന്ന് ആ ശവശരീരത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഡോമെട്രികൾ റൂമിൽ സ്ഥാപിച്ചത്? ഒപ്പം ഇവിടെ ഈ ജെസ്യൂട്ട് ഹൗസിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് 10-20 പേരോളം താമസിക്കുന്ന ഒരു ഡോമെട്രി ഉണ്ട്, രാത്രി ഒന്ന് താമസിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ വത്തിക്കാൻ സ്ക്വയറിൽ ആ ഇടതുവശത്തായിട്ട് മൈഗ്രൻസിൻ്റെ കഷ്ടപ്പാടും നൊമ്പരവും ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ഒരു ബ്രോൺസ് സ്റ്റാച്യു പോലെ അവിടെ പണിതിട്ടുണ്ട്. അവർ ഓർത്തുകൊണ്ട് എനിക്കൊന്ന് അതിന് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുടുംബം മൈഗ്രേറ്റ് ചെയ്ത് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു കുടുംബമാണല്ലോ. അപ്പം അതിൻ്റെ നൊമ്പര കഥകൾ അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയും ഗ്രാൻഡ് പാരൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തെ വല്ലത് സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ആത്മകഥയിൽ വായിച്ചൊരു കാര്യമാണ്, അദ്ദേഹം ആ മൈഗ്രേറ്റ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവിടെ മതമില്ലായിരുന്നു. പല സാഹചര്യങ്ങളും സഹായങ്ങൾ കിട്ടിയത് മറ്റു മതത്തിൽ നിന്നുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ക്രൈസ്തവ മതത്തിനപ്പുറം സ്നേഹത്തിലും കൂട്ടായ്മയിലും ഒന്നിച്ച് സങ്കടങ്ങൾ പങ്കിട്ട് കൂട്ടായ്മയിൽ മുന്നേറിയ ഒരു ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും വലിയ ശക്തി അതാണ്. അദ്ദേഹം ജീവിച്ച് കാണിച്ചു, അനുഭവത്തിൽ നിന്ന് പഠിച്ചു കാണിച്ചു. അതെ, അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു, ജീവിച്ചു, പറഞ്ഞ കാര്യങ്ങൾ കഴിയുന്നിടത്തോളം ജീവിക്കാനായിട്ട് ശ്രമിച്ചു. തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം അച്ഛൻ ആ ദാരിദ്ര്യം അല്ലെങ്കിൽ പാവങ്ങളുടെ ഇപ്പം മാർപ്പാപ്പ എലക്ട് ചെയ്യപ്പെട്ട സമയത്തുണ്ടായ ഒരു കാര്യം തന്നെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് സ്വർണ്ണക്കുരിശായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ വെള്ളിക്കുരിശ് ഇത് തന്നെ എനിക്ക് മതി. കയ്യിലിടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സ്വർണ്ണ മോതിരം തയ്യാറാക്കിയിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ബിഷപ്പായിരുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ച വെള്ളിമോതിരം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചോളാം. പാരമ്പര്യമായിട്ട് ഇടുന്ന വെൽവെറ്റിൻ്റെ ചുവന്ന ഷൂ ഉണ്ട് മാർപ്പാപ്പമാരിടുന്നത്. അദ്ദേഹം അത് മാറ്റിയിട്ട് നമ്മുടെ ഒരു ഓർത്തോപീഡിക് ആയിട്ടുള്ളൊരു സാധാരണ ഷൂ ധരിക്കാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയായി കഴിഞ്ഞിട്ട് ആ നമ്മുടെ രാജകീയ കസേരയിൽ വന്നിരിക്കാതെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും വിഷ് ചെയ്തു. പിന്നെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ വണ്ടി മാർപ്പാപ്പയെ സാന്തമാർത്തലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറിയൊരു മിനി ബസ് വിളിച്ച് എല്ലാ കർദിനാൾമാരുടെയും കൂടെ പൊക്കോളാം. ഞാനിവിടെ റൂമിൽ വന്നപ്പോൾ കേട്ട ഒരു ജോക്കിടാണ്. ഒരു കർദിനാളെന്ന് പറഞ്ഞു പോലും, അങ്ങേരൊന്ന് മരിക്കാൻ ഞാൻ കാത്തിരിക്കുക, എനിക്കൊരു പുതിയ കാറ് വാങ്ങിക്കണം. അങ്ങേര് പഴയ കാര്യം നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ്
അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നിരന്തരമായിട്ട് പറയേണ്ടതും ഓർമ്മിക്കേണ്ടത് ഇതാണ്. അതെ. ഫ്രാൻസിസ് പാപ്പ യേശു, ഹംബിൾ ആൻഡ് പുവർ ജീസസ്, അതെ. പുവർ ആൻഡ് ഹംബിൾ ജീസസ്, അദ്ദേഹം ഫോളോ ചെയ്തത് ആ ഒരു യേശുവിനെയാണ്. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് റിച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, ക്ലറിക്കൽ ഒരു സഭ. അതിൽ നിന്ന് മാറി ലളിതമായ സിനഡലായിട്ട്, നമ്മൾ സിനഡാലിറ്റി പറയുമ്പോഴും നമ്മുടെ ഇതൊക്കെ നമ്മൾ വാസ്തവത്തിൽ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലാണ്, നമ്മുടെ ഇടവകകളിലാണ്. നമ്മുടെ ഇടവകകൾ എന്തുമാത്രം സിനഡലായിട്ടുണ്ട്, നമ്മുടെ ഇടവകളിൽ എന്തുമാത്രം സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ ഇടവകളിൽ എന്തുമാത്രം സംവാദങ്ങളുണ്ട്, ഐക്യമുണ്ട്. ആ ഒരു ചാലഞ്ച് നമുക്ക് ഫ്രാൻസിസ് പാപ്പയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു സേവനം ഇതാണ്. അദ്ദേഹം ജീവിച്ച് കാണിച്ച ആ കാര്യങ്ങൾ, നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാകാം, മനുഷ്യനോട് കരുണ കാണിക്കണം എന്നുള്ളതാകാം, യേശുവിലുള്ള ഒരു പ്രത്യാശയാവാം, ഇതെല്ലാം ഈ സാധാരണക്കാരൻ്റെ പങ്കുവയ്ക്കാനും ഒരു പുതിയ ജീവിതശൈലി കൊണ്ടുവരാനും സാധിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പയുടെ ദൗത്യം പൂർണ്ണമാവും. എനിക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്ത ഇംഗ്ലീഷ് ചാനലുകളിൽ ശ്രദ്ധിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഹമാസ് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ലോകം മുഴുവനും സ്വാധീനിച്ച, ലോകം മുഴുവനും സ്പർശിച്ച, സ്നേഹത്തിൻ്റെ മുദ്ര പതിപ്പിച്ച ഒരു പിതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്നും, അത് കത്തോലിക്ക സമൂഹത്തിന് ഇടയിൽ മാത്രമല്ല, അത് മറ്റു മത സംവിധാനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തിയ ആദർശങ്ങൾ ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നുവെന്ന് പറഞ്ഞ് ഹമാസ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അത് അപ്പോൾ എത്രമാത്രം ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ളവരെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുകയുണ്ടായി. ഈ കഴിഞ്ഞ 48 മണിക്കൂർ തെളിയിച്ച ഒരു കാര്യം ഇതാണ്. അതായത് ലോകം എന്തുമാത്രം ഈ മനുഷ്യൻ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും എന്തെല്ലാം ക്രിട്ടിസൈസ് ചെയ്താലും ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചെയ്ത നന്മകളെ തിരിച്ചറിയാനായിട്ടും അതിനെ പ്രഘോഷിക്കാനായിട്ടും എല്ലാ മാധ്യമങ്ങളും തയ്യാറാകുന്നു. സാധാരണക്കാരനതായിട്ട് തെറിയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളിൽ, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ വിദ്യാർത്ഥികൾ അനുശോചനങ്ങൾ അയക്കുന്നത് എന്തൊരു അനുഭവമാണ്. അതായത് ഫ്രാൻസിസ് പാപ്പ സ്വാധീനിച്ചത് സാധാരണ. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞു അനുശോചനങ്ങൾ കിട്ടിയത് തന്നെ ഒരുപാട് മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളിൽ, നിരീശ്വരവാദികളിൽ നിന്നാണ്. നിരീശ്വരവാദികളാണ് ഇന്നൊരു പക്ഷേ പാപ്പായ. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ആർദ്രതയാണ്, അദ്ദേഹത്തിൻ്റെ ഈ മാനുഷിക കാരുണ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. അതായത് വത്തിക്കാൻ്റെ എത്ര മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശവാടക്കിൻ്റെ പോലും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ടെൻഡർനെസ്, ഒരു മദർലി ലവ്, കമ്പാഷൻ, മെർസിഫുൾ ലവ്, മേഴ്സി ഇസ് ദ ഫേസ് ഓഫ് നെയിം ഓഫ് ഗോഡ്. ആ കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ച് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് ചർച്ച് ഒരു ഫാദറല്ല, ചർച്ച് ഒരു മദറാണ്. അപ്പം വിത്തൗട്ട് വുമൺ ആൻഡ് ചർച്ച് ഡസൻറ്റ് എക്സിസ്റ്റ്. അപ്പം ചർച്ചിൻ്റെ ഒരു ഫെമിനിൻ ഡൈമെൻഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഞാൻ ചിന്തിക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് വത്തിക്കാൻ നമ്മുടെ ഡെക്കാസ്ട്രികളിൽ ഒരുപാട് മേഖലകളിൽ സ്ത്രീകളെ, സിസ്റ്റേഴ്സിനെയും ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലിറ്റർജിക്കൽ സെലിബ്രേഷൻ്റെ ഇടയിൽ ഒരുപാട് വിമൻ, കുട്ടികൾ, യൂത്തൊക്കെ വന്ന് പ്രാർത്ഥനകൾ ചൊല്ലുന്നു. നമ്മൾ ചോദിച്ചത് അത് ശരിയാണ്. നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഇതെന്തുമാത്രം നമ്മുടെ പ്രാദേശിക സഭകളിലേക്ക് വന്നിട്ടുണ്ട് എന്നും അത് വരുത്തുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം വന്നാൽ നമ്മൾ പാപ്പ ഫ്രാൻസിസിനോട് ഒരു നീതി പുലർത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ് കൈയൊട്ടിയിട്ട് പിന്നെ മറന്നു. തീർച്ചയായിട്ടും എൻ്റെ പേടി അതാണ്. കാരണം പലപ്പോഴും ഇത് അങ്ങ് അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോഴും നമ്മളിപ്പോഴും പ്രത്യേകിച്ച് സഭയുടെ ഈ പൗരോഹിത്യ മേധാവിത്വവും സ്ത്രീകളോടുള്ള ഈ ഒരു പുച്ഛവും നമ്മൾ അച്ഛനറിയാമല്ലോ. ഫ്രാൻസിസ് പാപ്പ സ്ത്രീകളുടെ കാല് കഴുകി. നമ്മുടെ പല സഭകളിലും സ്ത്രീകളുടെ കാല് കഴുകാൻ തയ്യാറാകുന്നില്ല. അതൊന്നും സ്ത്രീകളുടേത് മാത്രമല്ല, അദ്ദേഹം എൻ്റെ ഹൃദയം
ഞാൻ അറിയാതെ കണ്ണ് നനഞ്ഞു പോയൊരു മൊമെൻ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ആസ്പത്രിയിൽ നിന്ന് വന്ന് രോഗിയായി ഇരുന്നിട്ട് പോലും ഈ തവണ എനിക്ക് തോന്നുന്നത് റിപ്പബ്ലിയ പ്രിസൺ സന്ദർശിച്ചിരുന്നു. എന്നിട്ട് അവിടുത്തെ പ്രിസണേഴ്സിന്റെ കാല് കഴുകിയോന്ന് എനിക്ക് സംശയമുണ്ട്. കാല് കഴുകിയെന്ന് കണ്ട ആ വീഡിയോകൾ പഴയതായിരിക്കാം. പക്ഷെ അത് പ്രിസൺ സന്ദർശിച്ചു. മാത്രമല്ല അദ്ദേഹം ഈ മാർപ്പാപ്പയാവുന്നതിന് മുമ്പ് തന്നെ ബ്യൂണസ് ഐറസിൽ വെച്ച് പുരുഷന്മാരുടെ മോണ്ടി തെസ് നമ്മുടെ പെസഹ നാളുകളിൽ കാല് കഴുകുന്ന പതിവിൽ പുരുഷന്മാരുടെ കാല് മാത്രം കഴുകിയാൽ നമ്മൾ കേരളത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം കർദിനാളായിരുന്നപ്പോൾ പോലും ഇങ്ങനെയുള്ള റാഡിക്കൽ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് അത് വലിയൊരു കാഴ്ചപ്പാട്. ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി, ഇറ്റ് ഈസ് നോട്ട് റിസർവ്ഡ് ഫോർ സംബഡി ഓർ സം യുനോ. ചർച്ചിൽ എല്ലാവർക്കും ഇടമുണ്ട്, കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും. അതുകൊണ്ടാണ് എൽഡർലി ഡേ, ഇന്റർനാഷണൽ ഡേ പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയാണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണല്ലോ. അതായത് ഒരു ഫ്രാൻസിസ് ഇമ്പാക്റ്റ് ലോകം മുഴുവനും മാർപ്പാപ്പയിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. ആ ഫ്രാൻസിസ് ഇമ്പാക്റ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ട് എനിക്ക് കാണുന്നത് ഒന്ന് നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, അതിരുകളിലേക്ക് പോകണമെന്നുള്ളതാണ്, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആദരിക്കണം എന്നുള്ളതാണ്, യാതൊരു തരത്തിലുള്ള അബ്യൂസും അംഗീകരിക്കരുതെന്നുള്ളതാണ്, പ്രകൃതിയെ സംരക്ഷിക്കണമെന്നാണ്. നമ്മളെല്ലാവരും ഫ്രാൻസിസ് അസീസിയുടെ ആ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് ഇഗ്നേഷ്യസ് ലോയോളയുടെ ഡിസേൺമെൻറ്റ്, വിവേചന കല, അതെ, ഓരോ നേരവും ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടുള്ളൊരു തൻ്റെ ഇടം, ഭയമില്ലായ്മ, ഇതൊക്കെയാണ് ലോകം ഇന്ന് ഫ്രാൻസിസ് പാപ്പ. എനിക്ക് തോന്നുന്നത് ദൈവത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആവശ്യമായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആത്മകഥയിൽ, എൻ്റെ കുടുംബത്തിൽ തലമുറയിൽ ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടി ജീവിച്ചിരുന്ന വ്യക്തി ഞാനാണെന്ന്. പാരൻസോ സഹോദരന്മാരോ ഒന്നുമല്ല, അതും കുഞ്ഞുനാൾ മുതൽ രോഗിയായി. ഇപ്പം ഇതുപോലെ ബൈലാറ്ററൽ ന്യൂമോണിയ വന്നതുപോലെ ചെറുപ്പത്തിലും ഇതിക്ക് മുമ്പൊക്കെ ബൈലാറ്ററൽ ന്യൂമോണിയ വന്ന് അദ്ദേഹം മരണാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരളിൻ്റെ ഭാഗം എടുത്തു മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഇങ്ങനെ ഒരു നിലയിൽ എത്തിച്ച് സഭയെ നയിക്കുവാൻ തിരഞ്ഞെടുത്തെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയുടെ നിയോഗമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. അങ്ങനെ തോന്നാണ്. He always remained a pastor. Yeah, pastor. A good pastor, a good shepherd. Good shepherd. അതാണ് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ലളിതമായ സംസാരം. അതെ, ഗോസിപ്പ് പാടില്ല. ഗോസിപ്പ് ഞാൻ കേട്ടു. അതായത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് സാധാരണ പാപ്പൽ പാലസ് അല്ലല്ലോ, അദ്ദേഹം ഗസ്റ്റ് റൂമാണ് തിരഞ്ഞെടുത്തത്. സെൻറ്റ് മാർത്തയിലെ 201 മുറി ഒരു ഗസ്റ്റ് റൂം അദ്ദേഹത്തിൻ്റെ വസതിയായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിമന്യ കർദിനാൾ കൂവക്കാട് പിതാവാണെന്ന് തോന്നുന്നു, ഒരു ഹോമിലിയിൽ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ റെസിഡൻസിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ആരെക്കുറിച്ചും കുറ്റം പറയരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഐ വോണ്ട് ബി സർപ്രൈസ്ഡ്. അപ്പം അച്ഛൻ പറഞ്ഞത് ആരെക്കുറിച്ചും ഗോസിപ്പ് പറയരുത്. അദ്ദേഹത്തിനെ പറ്റി വേറൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുറച്ച് സിസ്റ്റേഴ്സ് അവരുടെ സഭ സ്ഥാപിച്ചതൊരു ജസ്വിറ്റാണ്. അപ്പോൾ അവർ ഓടിച്ചൊന്ന് പപ്പായോട് പറഞ്ഞു, പപ്പ പിന്നെ ഞങ്ങളുടെ സഭ സ്ഥാപിച്ചതൊരു ജസ്വിറ്റാണെന്ന്. അതും തിരിഞ്ഞിട്ട് പറഞ്ഞു, ഈശോസഭക്കാർ അതുകൊണ്ട് വിഡ്ഢിത്തരങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടെന്ന്. സോ അങ്ങനെ ചിരിക്കാൻ കഴിയുന്ന, തമാശ പറയാൻ കഴിയുന്ന, സേവൻ ചെയ്യിക്കാൻ പറ്റുന്ന നല്ലൊരു പിതാവ്. അതെ അതെ. നമ്മൾ ഒടുവിലായിട്ട് ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസ് പിതാവ് ന്യൂമോണിയ ബാധിച്ച് 38 ദിവസം ജമല്ലി ആസ്പത്രിയിലായിരുന്ന കാലഘട്ടത്തിൽ ലൈഫ് ആൻഡ് ഡെത്ത് ഒരു ബാറ്റിലായിരുന്നു. എനിക്ക് തോന്നുന്നു ലോകം മുഴുവനും വലിയ പ്രാർത്ഥന തന്നെ ഫ്രാൻസിസ് പിതാവിന് വേണ്ടി ഉയർന്നിട്ടുണ്ട്. ഞാനായാലും എല്ലാ ദിവസവും തന്നെ ജമല്ലി ആസ്പത്രി സന്ദർശിച്ചിരുന്നു. നമ്മളെല്ലാവരും വത്തിക്കാൻ സ്ക്വയറിൽ നടന്ന പ്രാർത്ഥനയിലും പങ്കെടുത്തിരുന്നു. ലോകം മുഴുവനും പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന, അതായത് 2 പ്രാവശ്യം അദ്ദേഹം മരണത്തിലെത്തി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് തിരിച്ചു വരുന്നു. ആ തിരിച്ചു വന്ന് അദ്ദേഹത്തോട് 2 മാസം സ്ട്രിക്റ്റായിട്ട് പൊതുജനത്തെ കാണരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഓരോ ദിവസം വായിക്കുന്ന വാർത്ത
മാർപ്പാപ്പ ഇടയ്ക്ക് അവിടെ നിന്ന് വീൽ ചെയറിൽ തൻ്റെ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒന്നും പരിഗണിക്കാതെ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് ഇറങ്ങി വരുന്നു, ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നു, പൊതുജനത്തെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ എനർജി മുഴുവൻ ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങളെ കാണാതെ, ആ ജനങ്ങളിലുള്ള ദൈവികതയെ കാണാതെ അദ്ദേഹത്തിന് ജീവിച്ചു പോകാൻ പറ്റില്ല. അത് അച്ഛൻ പറഞ്ഞത്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണവും ആ ലെവലിൽ ഭയങ്കര ഒരു പ്രതീകാത്മകമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു ചോദിക്കട്ടെ അച്ഛാ. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ അതായത് 38 ദിവസത്തെ ആ ആസ്പത്രി വാസശേഷം തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പൊതുജനത്തെ ഇത്രയും വലിയ ക്രൗഡിനെ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അതിനുമുമ്പ് ഒരിക്കലും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ആ ഈ തവണത്തെ ഈസ്റ്റർ കുർബാന നമ്മൾ പങ്കെടുത്തപ്പോൾ കണ്ടു, വലിയൊരു ജനാവലിയായിരുന്നു. ഒരുപക്ഷെ ജൂബിലി വർഷം കൂടി ആയതുകൊണ്ടായിരിക്കാം. അപ്പം അതിനുശേഷം അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ആശീർവാദം തന്നു കഴിഞ്ഞ് തരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ ശബ്ദം, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, മുഖഭാവങ്ങൾ വല്ലാതെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തി എങ്ങനെയാണ് സ്വയം മറന്ന് തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കാതെ ജനങ്ങളെ കണ്ടപ്പോൾ അറിയാതെ അവിടേക്ക് ഓടിപ്പോയത്? അതെന്താണ്? അച്ഛനെന്ത് പറയുന്നു? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഉള്ളിലുള്ള ദൈവജനത്തോടുള്ള സ്നേഹം ആ മനുഷ്യനെ നയിച്ചത്. സ്നേഹമാണ് ആ മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചത്. അത് യേശുവിൻ്റെ ഏറ്റവും നല്ലൊരു സെന്റൻസ് ആണ് അച്ഛൻ പറഞ്ഞത്. സ്നേഹമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നയിച്ചതും ആ സ്നേഹം തന്നെയാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതെന്നും. കാരണം അന്ന് കൊടും ചൂടിലാണ് ഈ 10-40 മിനിറ്റ് ചുറ്റും നടന്നത്. അത് അദ്ദേഹത്തിൻ്റെ അന്ത്യ അഭിലാഷം പോലെ നടന്നു കിട്ടിയതായിട്ടാണ്. അദ്ദേഹം തിരിച്ച് കാസ സാന്താ മാർത്തയിൽ വന്ന് തൻ്റെ ചികിത്സിച്ച ഡോക്ടറോട് നന്ദി പറയായിരുന്നു. എൻ്റെ ജനങ്ങളുടെ അടുത്തേക്ക് വിട്ടതിന് ഞാൻ നന്ദി പറയുന്നു ഡോക്ടറെ എന്ന്. കാരണം ഡോക്ടർ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല അല്ലേ? അപ്പം അത് മാർപ്പാപ്പയ്ക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നോ? അറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനം എന്നല്ലാതെ നമുക്കറിയില്ല. തീർച്ചയായിട്ടും അച്ഛാ, നമ്മളിത് ഈ ഒരു ആത്മീയമായ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഈ വരുന്ന വഴിയിൽ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. ഇപ്പം സമയം വെളുപ്പിനെന്ന് പറയാമല്ലേ, 12:15 വെളുപ്പിനെന്ന് പറയാമോ? അപ്പം അതിര കഴിഞ്ഞു. അപ്പം സെൻറ്റ് പീറ്റേഴ്സ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി മുഴുവനും, അതോടൊപ്പം തന്നെ വിയ കൊൻചിലാസിയോണെ, അതോടൊപ്പം ഒത്തവിയാന മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി, ഇവിടെയെല്ലാം ഈ പാതിരാവിലും ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ഇത്ര ത്യാഗം സഹിച്ച് ഈ പാതിരാവിലും ആ നിൽക്കുന്ന കാഴ്ച, അതും കൈക്കുഞ്ഞുങ്ങൾ. ഒരു അമ്മച്ചി അവിടെ ഞാൻ കാണുകയാണ്, അങ്ങനെ ഉറങ്ങി ഇതിങ്ങനെ അങ്ങോട്ട് പോവാണ്, അവിടെ കൈക്കുഞ്ഞിനെയും പിടിച്ച്. ഒരു പ്രായമായ ഒരു അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫ്രാൻസിസ് ഇമ്പാക്റ്റിൻ്റെ പ്രകടമായ ഒരു പൊതുജനങ്ങളുടെ ഇടയിലുള്ള അവിടെ എത്രയോ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരിക്കും. അത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. എനിക്കറിയില്ല വത്തിക്കാൻ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത്. 12 മണി വരെ മാർപ്പാപ്പയെ കാണാൻ അനുവാദമുള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ അപ്രതീക്ഷിതമായ വിയോഗമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും 2022 ജൂണിൽ അദ്ദേഹം ലാസ്റ്റ് വിൽ എഴുതി വെച്ചു, ഞാൻ നിത്യത പുൽകുവാൻ തയ്യാറായിരിക്കുന്നു പറഞ്ഞിരുന്നു. നമുക്ക് വലിയ ദുഃഖമുണ്ട്. ഏറ്റവും നല്ലൊരു ഇടയനെ, നമ്മളെ സ്നേഹിച്ച, നമ്മൾ മണത്തറിഞ്ഞ, നമ്മളെ അടുത്തറിഞ്ഞ ഇടയനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ലോകം മുഴുവനും ഉണ്ട്. രാഷ്ട്ര നേതാക്കന്മാരെല്ലാവരും അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവരും ദരിദ്രരും കുഞ്ഞുങ്ങളും ഇവിടെ വഴിയോരത്ത് കിടന്നുറങ്ങിയവരുൾപ്പെടെ എല്ലാവരും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ എന്നോടൊരു കാര്യം വ്യക്തിപരമായി പറഞ്ഞിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയായിരിക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷം ഒഴികെ അദ്ദേഹത്തിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഈ ജെസ്യൂട്ട് ഹൗസിൽ വരുമായിരുന്നു അല്ലേ? വരും, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കും, കൂടുതൽ എല്ലാവരെയും കണ്ട് എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്ത്
അല്പസ്വല്പമെങ്കിലും വർത്തമാനം പറഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ഇൻഡിവിജ്വൽ ഫോട്ടോയും എടുത്ത് ഞാനിന്ന് പലരും പറഞ്ഞു കേട്ടൊരു കാര്യം ഇതാണ്. അദ്ദേഹം ഒരാളോട് സംസാരിക്കുമ്പോൾ അവരിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. സത്യം. അതായത് നമ്മളെ പൂർണ്ണമായിട്ട് അങ്ങ് ഉൾക്കൊണ്ടുകൊണ്ട് അത് ഒട്ടും ഡിസ്ട്രാക്റ്റഡ് അല്ല. അത് അച്ഛൻ പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ എൻകൗണ്ടറുകളിലും ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ആരാണോ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് ആ ഒരു ശ്രദ്ധ, എനിക്ക് തോന്നുന്നത് ദൈവപിതാവ് വലിയൊരു സമൂഹത്തിലുള്ള ജനത്തെയല്ല, ക്രൗഡിനെയല്ല കാണുന്നത്, അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ വ്യക്തിയെയും കാണുന്ന. അതുകൊണ്ടാണല്ലോ ജമലി ആസ്പത്രിയിൽ അത്രയും വലിയ ജനാവലി തടിച്ചു കൂടിയപ്പോഴും അവിടെ വൃദ്ധിയായിട്ടുള്ളൊരു അമ്മാമ്മ ഒരു പൂച്ചണ്ടും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് മാർപ്പാപ്പ കണ്ടത്. അത് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ബലഹീനതയും സ്ട്രെങ്തും ഇതാണ്, കാണുന്നവർക്കൊക്കെ ഷെയ്ക്കാൻ കൊടുക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു ഞങ്ങളുടെ തന്നെ ഒരു മാസികയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയപ്പോൾ ആ കരങ്ങളെ നമ്മൾ എൻ്റെയും ഏറ്റവും വലിയ ഓർമ്മ ആ കൈ പിടിച്ചതിന് വളരെ മാർദ്ദവമുള്ള ഒരു മാതൃത്വം തുളമ്പി നിൽക്കുന്ന. അതേപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു, അച്ഛാ കൈ കഴുകരുത്, വന്ന് എനിക്കൂടെ ആ കൈ തന്നിട്ടേ കൈ കഴുകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൈകൾ ആ രോഗിയായ മനുഷ്യനെ, വികൃതനായ മനുഷ്യനെ ചുംബിച്ച കൈകൾ, കെട്ടിപ്പിടിച്ച കൈകളാണ്. കുഞ്ഞുങ്ങളെ തലോടിയ കൈകളാണ്. ലോകത്തോട് മാപ്പ് ചോദിച്ച കരങ്ങളാണ്. അനുഗ്രഹിച്ച ചോദ്യങ്ങളാണ്. പ്രാർത്ഥിച്ച കരങ്ങളാണ്. ആ കരങ്ങളെ മാത്രം. അതുപോലെ തന്നെ ഓർക്കുന്നത് ഏത് രാജ്യമാണെന്ന് ഞാൻ മറന്നുപോയി. സുഡാനും വേറൊരു രാജ്യവും തമ്മിൽ, സുഡാനായിരുന്നോ, യുദ്ധം അരങ്ങേറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ ആ രാജ്യത്തിൻ്റെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാലിൽ മുട്ടുകുത്തി, കാലിൽ മുട്ടുകുത്തി വീണ്, ലിറ്ററലി മാർപ്പാപ്പ മുട്ടുകുത്തല്ലായിരുന്നു, കിടക്കായിരുന്നു. ആ കാൽപാദം ചുംബിച്ച് മാപ്പ് ചോദിച്ച ക്ഷമയുടെ ഒരു പ്രവാചകൻ. അദ്ദേഹത്തിന് മാത്രമേ ലോക സമാധാനത്തിന് വേണ്ടി റഷ്യൻ പ്രസിഡന്റിനോടും ഡൊണാൾഡ് ട്രംപിനോടും ലോകം മുഴുവൻ നേതാക്കന്മാരോടും ആവശ്യപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ജീവിക്കുകയായിരുന്നു ക്ഷമ, സമാധാനത്തിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വില്ല് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ജീവിതത്തിൽ കടന്നുപോയ സഹനങ്ങളെല്ലാം ലോക സമാധാനത്തിനും യൂണിവേഴ്സൽ ബ്രദർഹുഡിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ദുഃഖം ഉളവാക്കുമ്പോഴും അദ്ദേഹത്തിലെ നന്മകൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് ജീവിച്ച് കാണിക്കുവാനുള്ള ഒരു പ്രവാചക വിളി നമ്മളിൽ അവശേഷിക്കുന്നു എന്നാണ് അച്ഛൻ നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചത്. മാർപ്പാപ്പന്മാർ മരിക്കുമ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് അവരുടെ മൃതസംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിലൊന്നാമത്തെ ഘട്ടം കാസ സാന്താമാർത്തയിൽ കഴിഞ്ഞു. രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ ഓഫ് ദ ബോഡി ഇന്നെന്ന് പറഞ്ഞാൽ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞു. ഏതായിരുന്നാലും ഫ്രാൻസിസിൻ്റെ മാർപ്പാപ്പ മാമോദിസ പേര് സ്വീകരിച്ച ജോർജ്, അദ്ദേഹത്തിൻ്റെ തിരുനാളിൻ്റെ അന്നാണ് ആ മൃതദേഹം, ഭൗതികദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കൊണ്ടുവന്നത്. ഇനിയും അവശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ചടങ്ങുകളാണ്. ഏപ്രിൽ 26 ശനിയാഴ്ച 10 മണിക്ക്. നമുക്ക് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം. ചുരുങ്ങിയ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വലിയ ജീവിതം നമുക്ക് പങ്കുവയ്ക്കാനും സംസാരിക്കാനും സാധിക്കുകയില്ല. അതിന് വോളിയംസ് ഓഫ് ബുക്സും മണിക്കൂറുകളും ആവശ്യമുണ്ട്. എങ്കിലും പ്രിയപ്പെട്ട ജോർജ് അച്ഛ, ഈ നിമിഷം ചെലവഴിച്ചതിന് ഗുഡ്നസ് ടി വിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെല്ലാം അച്ഛൻ പങ്കുവച്ച ജ്ഞാനം അവരെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ദിവ്യബലി മധ്യേ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ബിഷപ്പ് പറഞ്ഞ വാക്കിതായിരുന്നു: നമ്മുടെ മുമ്പിലിരിക്കുന്നത് തിരുശേഷിപ്പാണ്, മൃതദേഹമല്ല. ആ ഒരു വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് നന്ദി ജോർജ് അച്ഛൻ, ഈ സമയം, വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.